നമസ്കാരം, മഹാന്മാ ന്യൂസിലേക്ക് സ്വാഗതം. ഇത് ധ്യാനമല്ല, മൗനമല്ല, പ്രാർത്ഥനയുമല്ല. പ്രധാനമന്ത്രി മോദി നടത്തിയത് രാഷ്ട്രീയ നാടകം തന്നെ. ഡൽഹിയിൽ നിന്നും കന്യാകുമാരിയിൽ പറന്നിറങ്ങി 45 മണിക്കൂർ നീണ്ട മൗന പ്രാർത്ഥന നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലേക്ക് തിരിച്ചുപോയി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങൾക്ക് ഒടുവിൽ 57 മണ്ഡലങ്ങളിലായി അവസാന വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കന്യാകുമാരിയിൽ മൗനം ഇരിക്കാനെത്തിയത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും നരേന്ദ്രമോദി ഇതേപോലെ തന്നെ കേദാർനാഥിലെ ഒരു ഗുഹയിൽ ധ്യാനമിരുന്നിരുന്നു. ധ്യാനമിരിക്കാനും പ്രാർത്ഥിക്കാനും മൗനമായി ഇരിക്കാനുമൊക്കെ മനുഷ്യരായ ആർക്കും അവകാശമുണ്ട്. നരേന്ദ്രമോദി എന്ന നേതാവിനും ഇതിനൊക്കെ അവകാശവുമുണ്ട്. പക്ഷേ ഇവിടെ അതല്ല പ്രശ്നം. വെറും ഒരു നരേന്ദ്രമോദി എന്ന വ്യക്തി കന്യാകുമാരിയിലെത്തി ധ്യാനമിരുന്നാൽ അത് ആരും ചോദ്യം ചെയ്യുന്ന വിഷയമല്ല. നരേന്ദ്രമോദി 135 കോടി ഭാരതീയരിൽ ഒരാൾ മാത്രമല്ല. ഈ രാജ്യത്തെ ഭരിക്കുകയും ജനങ്ങളെ അഭിമുഖീകരിക്കുകയും ചെയ്യുന്ന പ്രധാനമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ ആ പദവിയിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചില കടമകളും നീതിബോധങ്ങളും ഒക്കെ ഉണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന വോട്ടെടുപ്പ് നടക്കുന്നതിന് മുൻപാണ് നരേന്ദ്രമോദി ധ്യാനത്തിനായി എത്തിയത്. ധ്യാനമിരിക്കുന്നതിന് മുൻപ് അദ്ദേഹം പ്രസ്താവിച്ചത് ആരും തൻ്റെ അടുത്തേക്ക് വരരുത് എന്നും ആരും തന്നെ ശല്യപ്പെടുത്തരുത് എന്നും ഏകാന്തത അനുവദിക്കണമെന്നുമൊക്കെയായിരുന്നു. കാരണം ആധ്യാത്മിക പ്രവർത്തനങ്ങളിൽ മുഴുകുമ്പോൾ ഒരാൾക്ക് ഏകാന്തതയും മൗനവും ഭക്തിപരമായ ജാഗ്രതയ്ക്ക് ആവശ്യമാണ്. എന്നാൽ ഇതെല്ലാം പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി ധ്യാനം തുടങ്ങിയപ്പോൾ പുറത്തു വന്ന ദൃശ്യങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും മാറിക്കൊണ്ടുള്ളതായിരുന്നു. ആരും തൻ്റെ ധ്യാന മണ്ഡപത്തിന് അടുത്തേക്ക് വരരുത് എന്ന് നിഷ്കർഷിച്ച ആളിൻ്റെ ധ്യാനത്തിലിരിക്കുന്ന പല ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നു. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലെത്തിയ നരേന്ദ്രമോദി ചുറ്റിക്കറങ്ങി നടന്നു കാണുന്ന കാഴ്ചകളും വീഡിയോയായി പുറത്തു വന്നു. ഡൽഹിയിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഷൂട്ട് ചെയ്ത ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇത്തരത്തിൽ പുറത്തു വന്നത് എന്നാണ് അറിയുന്നത്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ പോലും ധ്യാനത്തിലിരിക്കുന്ന ഒരാൾക്ക് ചുറ്റും നടന്ന് അതെല്ലാം ചിത്രീകരിച്ചതെങ്കിൽ മാത്രമല്ല, ചിത്രീകരിച്ച രംഗങ്ങൾ മാധ്യമങ്ങൾക്ക് അടക്കം പ്രചാരണത്തിന് നൽകിയെങ്കിൽ ധ്യാനത്തിൽ നരേന്ദ്രമോദി ലക്ഷ്യം വെച്ചത് മറ്റു ചില കാര്യങ്ങൾ കൂടിയായിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട്. പല ഘട്ടങ്ങളിലായി നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തുമ്പോൾ BJPക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും പൂർണ്ണമായും അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ അല്ല എന്ന പ്രചരണം ശക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ അവസാനഘട്ട വോട്ടെടുപ്പ് നടന്നപ്പോൾ വോട്ടിനെ സ്വാധീനിക്കാത്ത വിധത്തിൽ ധ്യാനരംഗങ്ങൾ രാജ്യമൊട്ടാകെ പ്രചരിപ്പിക്കുന്നതിന് സൗകര്യമൊരുക്കി എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല. തൻ്റെ ഭക്തിയും ഈശ്വരവിശ്വാസവും കഠിനമായ ആധ്യാത്മിക ചിന്തകളും ഇപ്പോഴും തുടരുന്നു എന്ന് ഒരു വിഭാഗം മതവിശ്വാസികളെ ബോധ്യപ്പെടുത്തുകയും അതുവഴി ഭൂരിപക്ഷ മതവിഭാഗത്തിൻ്റെ വോട്ട് അനുകൂലമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം കന്യാകുമാരി ധ്യാനത്തിൽ ഉണ്ടായിരുന്നു എന്ന് ആരെങ്കിലും കുറ്റപ്പെടുത്തിയാൽ അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പരിഭവിച്ചിട്ട് കാര്യമില്ല. വിശ്വാസത്തിൻ്റെയും ആധ്യാത്മികതയുടെയും മാത്രം പേരിലാണ് കന്യാകുമാരിയിൽ ധ്യാനം ഇരുന്നത് എങ്കിൽ അത് പൂർണ്ണമായും രഹസ്യമായും വ്യക്തിപരമായ കാര്യമായും അവസാനിപ്പിക്കേണ്ടതായിരുന്നു. അതിനു പകരം തൻ്റെ ധ്യാനം കൂടി തെരഞ്ഞെടുപ്പ് പബ്ലിസിറ്റിക്കായി മാറ്റി എന്നത് പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരാൾക്ക് ചേർന്ന നടപടിയല്ല. യഥാർത്ഥത്തിൽ 45 മണിക്കൂർ നീണ്ട ധ്യാനം രാഷ്ട്രീയ മോഹത്തിൻ്റെ പ്രതിഫലനമായിരുന്നു. നരേന്ദ്രമോദി കന്യാകുമാരിയിൽ ധ്യാനമിരിക്കുന്ന സാഹചര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പ്രധാനമന്ത്രി ഭരണനിർവഹണം നടത്തുന്ന ഡൽഹിയിൽ ഒരിക്കലും ഉണ്ടാകാത്ത കടുത്ത ചൂടിൽ നിരവധി പേർ മരിച്ചു വീഴുന്ന വാർത്ത പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധ്യാന വിശ്രമത്തിനായി കന്യാകുമാരിയിലെത്തിയത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയും ദേവീക്ഷേത്രവും മറ്റും ടൂറിസ്റ്റുകൾ തിങ്ങിയെത്തുന്ന സ്ഥലമാണ്. ഇപ്പോൾ വിദ്യാർത്ഥികൾ വേനൽക്കാല അവധി അവസാനിക്കാറായ ഘട്ടത്തിൽ കുടുംബസമേതം കന്യാകുമാരിയിൽ എത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. 3 ദിവസമായി കന്യാകുമാരിയുടെ മുഴുവൻ പ്രദേശവും പ്രധാനമന്ത്രിയുടെ വരവ് കാരണം സുരക്ഷാ സേനയുടെ കൈകളിലാണ്. പുറമേ നിന്നും ആർക്കും അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല. 100 കണക്കിന് ആൾക്കാരാണ് കന്യാകുമാരിയിലെത്തി നിരാശയോടെ മടങ്ങുന്ന അനുഭവമുണ്ടായത്. ഇത്തരം കാര്യങ്ങൾ കൂടി മുൻകൂട്ടി കണ്ടുവേണം ഒരു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി വ്യക്തിപരമായിട്ടോ പൊതുകാര്യമായിട്ടോ സന്ദർശനത്തിന് എത്തേണ്ടത് എന്ന കാര്യവും ഇവിടെ സൗകര്യപൂർവ്വം മറക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നന്ദി.